നമസ്കാരം. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. CPIM-നെ നയിക്കാൻ MA ബേബി. CPIM-നെ ഇനി MA ബേബി നയിക്കും. മധുരയിൽ നടന്ന 24ാം പാർട്ടി കോൺഗ്രസിലാണ് മലയാളിയായ MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. 1978-ൽ ജനറൽ സെക്രട്ടറിയായ EMS-ന് ശേഷം ആദ്യമായാണ് CPIM കേരള ഘടകത്തിൽ നിന്നും ഒരു നേതാവ് ജനറൽ സെക്രട്ടറിയാകുന്നത്. CPIM-നെ നയിക്കാൻ EMS-ന് ശേഷം കേരള ഘടകത്തിൽ നിന്നൊരു സഖാവ്. 24ാം പാർട്ടി കോൺഗ്രസിൽ MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം മുതൽ തന്നെ MA ബേബി ജനറൽ സെക്രട്ടറിയാകുമെന്ന സൂചന അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഇന്ന് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനം പാർട്ടി കോൺഗ്രസ് ഐകകണ്ഠ്യേന അംഗീകരിച്ചു. ഇന്നലെ രാത്രി ചേർന്ന PB യോഗത്തിൽ പ്രകാശ് കാരാട്ടാണ് MA ബേബിയുടെ പേര് നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചു. ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിലും ഇത് ആവർത്തിച്ചു. ഏകണ്ഠമായിരുന്നു. ബംഗാൾ എന്നൊക്കെ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു. ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും PB മെമ്പറുമായ സഖാവ് മുഹമ്മദ് സലീമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. ജനറൽ സെക്രട്ടറി അയക്കും എന്ന നിങ്ങൾക്ക് പലർക്കും പ്രതീക്ഷയുണ്ടായിരുന്ന അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട ഡോക്ടർ അശോക് ധവളയാണ് പാർട്ടി സെക്രട്ടറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള എൻ്റെ പേര് പിന്താങ്ങിയത്. അപ്പോൾ മുഹമ്മദ് സലീമും ഡോക്ടർ അശോക് ധവളയും ചേർന്നാണ്. ബാക്കി സഖാക്കളും എല്ലാം പിന്താങ്ങി. വേറെ ഒരു പേരും ഉണ്ടായില്ല. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംഘടനയെ ശക്തിപ്പെടുത്തൽ, പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും നടത്തിവരുന്ന വിവിധ സമരങ്ങളുടെ മുന്നോട്ടുപോക്ക് എന്നിങ്ങനെ MA ബേബിക്ക് മുന്നിൽ വെല്ലുവിളികൾ അനവധിയാണ്. 1978 ഏപ്രിൽ 8-നാണ് EMS നമ്പൂതിരിപ്പാട് CPIM ജനറൽ സെക്രട്ടറി ആയത്. അതിനുശേഷം ഇപ്പോഴാണ് ആദ്യമായി ഒരു മലയാളി കേരളത്തിൽ നിന്നും ഒരാൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത്. അതും MA ബേബിയിലൂടെ കേരളം കൃത്യമായി CPIM-ന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വീണ്ടും ഇടം പിടിക്കുകയാണ്. ക്യാമറമാൻ രാജേഷ് വളരികൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24. CPIM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബിയെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയവും സംഘടനാപരവുമായ നിരവധി വെല്ലുവിളികൾ. ദേശീയ രാഷ്ട്രീയത്തിലെ ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് രാഷ്ട്രീയ വെല്ലുവിളി. കേരള പാർട്ടിയായി ചുരുങ്ങിയ CPIM-നെ പഴയ പ്രതാപത്തിലേക്ക് വളർത്തുക എന്നതാണ് സംഘടനാ വെല്ലുവിളി. വലിയ സമരങ്ങളിലൂടെ പാർട്ടിയെ വളർത്തുകയും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ മാതൃകയാകുകയും ചെയ്ത ആ തലമുറ മാഞ്ഞു. അവരെ പിൻപറ്റി വന്ന രണ്ടാം തലമുറയിലെ വലിയ വിഭാഗവും ഒഴിഞ്ഞു. ഈ ശൂന്യതയിൽ നിന്ന് വേണം പാർട്ടിയിലെ രണ്ടാം തലമുറ നേതാക്കളിലെ അവസാന കണ്ണിയായ MA ബേബി തുടങ്ങേണ്ടത്. പാർട്ടിയുടേത് കൂട്ടായ നേതൃത്വമെന്നാണ് സങ്കല്പമെങ്കിലും രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളിൽ നേതൃപരമായി പങ്കുവഹിക്കേണ്ടത് ജനറൽ സെക്രട്ടറി തന്നെ. 60 MP-മാർ വരെ ഉണ്ടായിരുന്ന പ്രതാപകാലത്ത് നിന്ന് ക്ഷയിച്ച് 4 MP-മാരിൽ എത്തി നിൽക്കുന്നതാണ് CPIM-ന്റെ രാഷ്ട്രീയ ആരോഗ്യം. 4 MP-മാരിൽ 3 ഘടകകക്ഷികളുടെ ദയാദാക്ഷിണ്യത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പാർട്ടി എത്തി നിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാകുക. ഈ അവസ്ഥ മറികടന്ന് ദേശീയതലത്തിൽ പാർട്ടിയെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ് പുതിയ ജനറൽ സെക്രട്ടറിയായ MA ബേബിക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. BJP വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് ഇതര പാർട്ടികളെ കൂട്ടിയിണക്കുന്ന ചാലകശക്തിയായി പ്രവർത്തിച്ച ആ പഴയ കാലം തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. പാർലമെന്റിലെ ശക്തി ക്ഷയിച്ചതോടെ പാർട്ടിയുടെ ശബ്ദത്തിനും ശ്രദ്ധ കിട്ടുന്നത് കുറഞ്ഞു. സീതാറാം യെച്ചൂരിയുടെ തലപ്പൊക്കത്തിലായിരുന്നു ഇത് ഒരു പരിധിവരെ പരിഹരിച്ചു പോന്നിരുന്നത്. സീതാറാം യെച്ചൂരിയുടെ അസാമാന്യ വ്യക്തിത്വമോ സംവേദനശേഷിയോ രാഷ്ട്രീയ വേലിക്കെട്ടുകൾ കടന്നുള്ള സൗഹൃദ വലയമോ ബേബിക്കില്ല. ശക്തമായ നിലപാടുകളിലൂടെ സാന്നിധ്യമറിയിച്ചാൽ ഈ പരിമിതി മറികടക്കാൻ ബേബിക്ക് അനായാസം കഴിയും. ബംഗാൾ, ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും കുറച്ചെങ്കിലും ശക്തിപ്പെടുത്തുക എന്നതും പുതിയ ജനറൽ സെക്രട്ടറിക്ക് മുന്നിലുള്ള വെല്ലുവിളിയാണ്. കേരളത്തിൽ മാത്രം ശക്തിയുള്ള പാർട്ടി എന്ന വിളിപ്പേരും പുതിയ ജനറൽ സെക്രട്ടറിക്ക് മേൽ ബാധ്യതയാകുന്നു. ഇതര സംസ്ഥാന ഘടകങ്ങൾ വിശ്വാസമാർജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതും ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം കേരളത്തിലെ പാർട്ടിയുടെ ശക്തി ചോരാതെ നോക്കുകയും വേണം. CPIM-ന്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബിക്ക് മുന്നിലുള്ള പാത കല്ലുകളും മുള്ളുകളും നിറഞ്ഞതാണ്. പാർട്ടി നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടാനും തിരുത്താനും കഴിയേണ്ടതുണ്ട്. അതിന് കഴിവുള്ള ആളാണ് MA ബേബി. എന്നാൽ ആ കഴിവ് വിനിയോഗിക്കാൻ കഴിയുമോ എന്നതാണ് പ്രശ്നം. മധുരയിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24.
മധുര പാർട്ടി കോൺഗ്രസിലെ പൊതുസമ്മേളന വേദിയിൽ നിന്ന് ആർ ശ്രീജിത്ത് തത്സമയം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത്, ഈ പാർട്ടി കോൺഗ്രസിന് ഏറെ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഈ പാർട്ടി കോൺഗ്രസിൽ സിസിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ള ആ ഒരു പ്രത്യേകതയുണ്ട്. ഒപ്പം സംഘടനയിൽ ചേരുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചു. അങ്ങനെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും ഈ പാർട്ടി കോൺഗ്രസിൽ കൈക്കൊണ്ടിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് ഈ തീരുമാനങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കാനാവുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? தாங்கள் சேமித்து வைத்திருந்த உண்டியலை நம்முடைய தலைவர்களிடத்திலே கொடுத்து എങ്ങളുടെ പങ്കാളിപ്പ് இந்த മാനാട്ടിക്കാக എന്ന് சொல்லி സിപിഐഎമ്മിന്റെ ദേശീയ തലത്തിലുള്ള ശക്തി ക്ഷയിച്ച ഘട്ടത്തിലാണ് മധുര പാർട്ടി കോൺഗ്രസ് ചേർന്നത്. ദേശീയ തലത്തിൽ വീണ്ടും പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന പ്രഖ്യാപനവുമായാണ് പാർട്ടി കോൺഗ്രസ് മധുരയിൽ അവസാനിച്ചിരിക്കുന്നത്. അതിന്റെ പൊതുസമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ഇവിടെ വലിയ തോതിലുള്ള മധുരയിലെ പാർട്ടിയുടെ ശക്തി, തമിഴ്നാട്ടിലെ പാർട്ടിയുടെ ശക്തി വിളിച്ചോതുന്ന വലിയ തോതിലുള്ള ആൾക്കൂട്ടവും വലിയ പ്രകടനവുമാണ് ഇവിടെ നടക്കുന്നത്. ഏതാണ്ട് 5.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡാകെ ബ്ലോക്കായി അത്ര വലിയ ജനസഞ്ചയമാണ് ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് പാർട്ടിയെ സ്വതന്ത്ര ശക്തിയായി വളർത്തുക എന്നതാണ്. അത് എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിലും പാർട്ടി മുന്നോട്ടേക്കാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. എന്നാൽ സിപിഐഎമ്മിന്റെ സമീപകാലത്തെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് വേണ്ടി വന്നതും ഈ പാർട്ടി കോൺഗ്രസിലാണ്. നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കാരഡ് എന്ന ട്രേഡ് യൂണിയൻ നേതാവാണ് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചത്. അദ്ദേഹം തോറ്റുപോയെങ്കിലും മത്സരം നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സിപിഐഎമ്മിന് സമീപകാലത്തൊന്നും സംഭവിക്കാത്ത കാര്യമാണ്. എന്നാൽ പുതിയ ജനറൽ സെക്രട്ടറിയായി കേരളത്തിലുള്ള ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി മാറുന്നു. ഇനി പാർട്ടിയെ മുന്നോട്ട് നയിക്കുക എന്ന ദുഷ്കരമായ ദൗത്യമാണ് കേരളത്തിലുള്ള നേതാവായ MA ബേബി ഏറ്റെടുത്തിരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മധുര പാർട്ടി കോൺഗ്രസിലെ പൊതുസമ്മേളന വേദിയിൽ നിന്നാണ് ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഇനി ഈ പാർട്ടി കോൺഗ്രസ് അവസാനിക്കാനിരിക്കെ പൊതുസമ്മേളനത്തോടൊപ്പം റാലി ഉൾപ്പെടെ നടക്കാനിരിക്കുകയാണ്. റാലി ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? தோழர்களே, வக்பு வாரிய திருத்தச் சட்டத்தை சட்டம் என்பது ഇന്ത്യ அரசியல் சாசன 10,000 പേരുടെ റെഡ് വോളണ്ടിയർ പരേഡാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ പൊതുസമ്മേളനം നടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ നിന്നാണ് മധുരയിൽ നിന്നുള്ള വിവരങ്ങളാണ് എസ് ശ്രീജിത്ത് നൽകിക്കൊണ്ടിരുന്നത്. മധുരയിൽ സിപിഐഎമ്മിന്റെ പാർട്ടി കോൺഗ്രസ് പരിസമാപ്തിയിലേക്ക് എത്താൻ പോവുകയാണ്. സിപിഐഎമ്മിനെ ഇനി MA ബേബി ആകും നയിക്കുക. EMSന് ശേഷം കേരളത്തിൽ നിന്ന് സിപിഐഎമ്മിന്റെ അമരത്തെത്തുന്ന മലയാളിയാണ് MA ബേബി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, ഒപ്പം KS അലീഖ എന്നിവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം പുതുതലമുറയെ ഈ നേതൃനിരയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി പാർട്ടി കോൺഗ്രസിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പാർട്ടിക്ക് പുതിയ മുഖം കൈവരാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നേതാക്കൾ ഉൾപ്പെടെ പങ്കുവച്ചത്. ആർ ശ്രീജിത്ത് ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, തുടരാം. ഹലോ ശ്രീജിത്ത്, കേൾക്കാം. 24ാം പാർട്ടി കോൺഗ്രസിന് സമാപനം കുറിച്ചിട്ടുള്ള പൊതുസമ്മേളനമാണ് ഇപ്പോൾ ഈ മധുര സിപിഐഎമ്മിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ സമാപനം കുറിച്ചിട്ടുള്ള പൊതുസമ്മേളനമാണ് ഇവിടെ ഇപ്പോൾ ഈ ദേശീയപാതയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് നടക്കുന്നത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെ നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ തോതിൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുമ്പ് പരമാവധി റെഡ് വോളണ്ടിയർ പരേഡ് ഈ വേദിക്കകത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സംഘാടകർ നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് പൊതുസമ്മേളനത്തിന്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു. ഇപ്പോൾ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി P ഷൺമുഖമാണ് വേദിയിൽ സംസാരിക്കുന്നത്. ആർ ശ്രീജിത്താണ് മധുരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളനം നടക്കുകയാണ് മധുരയിൽ. ഇതിന്റെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. സിപിഐഎം പാർട്ടി കോൺഗ്രസിൽ നാടകീയ നീക്കങ്ങൾ. കേന്ദ്ര കമ്മിറ്റി പട്ടികയ്ക്കെതിരെ DL കരാട് മത്സരിച്ചത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. തൊഴിലാളി വർഗത്തെ അവഗണിച്ചതിൽ ഉൾപാർട്ടി ജനാധിപത്യപരമായി പ്രതിഷേധിച്ചതാണെന്ന് DL കരാട് പ്രതികരിച്ചു. വോട്ടെടുപ്പിൽ കരാട് പരാജയപ്പെട്ടു. മധുരയിൽ CPIM പാർട്ടി കോൺഗ്രസ് സമാപനത്തിലേക്ക് കടക്കുമ്പോഴാണ് നേതൃത്വത്തെ ഞെട്ടിച്ച അസാധാരണ നീക്കം. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി പട്ടികയിൽ എതിർപ്പുയർത്തി ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര കമ്മിറ്റികൾ രംഗത്തെത്തി.
കേന്ദ്ര കമ്മിറ്റി പട്ടിക അംഗീകരിക്കില്ലെന്നും വോട്ടെടുപ്പ് വേണമെന്നും ആവശ്യം. UP സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്ര വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. 3 പേരാണ് മത്സരിക്കാൻ മുന്നോട്ട് വന്നത്. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ ഇടപെടലിൽ 2 പേർ മത്സരത്തിൽ നിന്നും പിന്മാറി. എന്നാൽ മഹാരാഷ്ട്ര CITU സംസ്ഥാന അധ്യക്ഷൻ DL കാരാട് മത്സരത്തിൽ ഉറച്ചുനിന്നു. പിന്നാലെ രഹസ്യ ബാലറ്റിലൂടെ വോട്ടെടുപ്പ്. ഫലം കാത്തുനിൽക്കാതെ പാർട്ടി കോൺഗ്രസിൽ നിന്നും മടങ്ങിയ കാരാട് തൊഴിലാളി വർഗത്തെ അവഗണിച്ചെന്ന് തോന്നിയതിനാലാണ് മത്സരിക്കാൻ ഇറങ്ങിയതെന്ന് പ്രതികരിച്ചു. The reason is that we want that the comrades from trade unions and who are fighting class struggles at ground level, they should be given representation in the central committee. This is a democracy, man. One single comrade is fighting for a central committee position. പ്രതിഷേധമല്ലെന്നും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുമെന്നും കാരാട്. വോട്ടെണ്ണിയപ്പോൾ 31 വോട്ട് മാത്രം ലഭിച്ച കാരാട് ഔദ്യോഗിക പാനലിനോട് പരാജയപ്പെട്ടു. വോട്ടെടുപ്പ് അടക്കമുള്ള മറ്റ് നടപടികളെ തുടർന്ന് നിശ്ചയിച്ച പരിപാടികൾ 2 മണിക്കൂർ വൈകി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബംഗാൾ ഘടകം മുന്നോട്ട് വെച്ച അശോക് ദാവ്ലെയുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ് DL കാരാട്. പ്രായപരിധി മാനദണ്ഡം പരമാവധി പാലിച്ച് യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകുന്നതാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും. അതേസമയം തന്നെ കിസാൻ സഭയ്ക്കും ജനാധിപത്യ മഹിളാ അസോസിയേഷനും വലിയ പ്രാതിനിധ്യം തന്നെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും നൽകിയിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് നടന്ന സീതാറാം യെച്ചൂരി നഗറിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിച്ച CPIM പോളിറ്റ് ബ്യൂറോ. പ്രകാശ് കാരാട്ട് അടക്കം 6 മുതിർന്ന നേതാക്കൾ ഒഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ്. മലയാളിയായ ബിജു കൃഷ്ണൻ ഉൾപ്പെടെ 8 പേർ പോളിറ്റ് ബ്യൂറോയിലേക്ക്. 85 അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നും 3 പേരടക്കം 30 പുതുമുഖങ്ങൾ. പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കാനുള്ള തീരുമാനം പോളിറ്റ് ബ്യൂറോ തന്നെ മാതൃകാപരമായി നടപ്പിലാക്കി. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ അടക്കം പ്രായപരിധി പിന്നിട്ട 6 നേതാക്കൾ ഒഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് പ്രായപരിധി ഇളവ് ലഭിച്ച ഏക PB അംഗം. കേരള ഘടകത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതുതായി ആരുമില്ല. മലയാളിയായ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ, മറിയം ദാവ്ലെ, U വാസുകി, R അരുൺകുമാർ, ജിതേന്ദ്ര ചൗധരി, K ബാലകൃഷ്ണൻ, അമ്രാറാം, ശ്രീദീപ് ഭട്ടാചാര്യ എന്നീ 8 പേർ 18 അംഗ പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതുതായി എത്തി. PBയിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന EP ജയരാജൻ, KK ശൈലജ എന്നിവരെ പരിഗണിച്ചില്ല. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ PK ശ്രീമതി, ജമ്മുകശ്മീരിൽ നിന്നുള്ള MLA യൂസഫ് തരഗാമി എന്നിവർ മാത്രമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് നൽകിയത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, മുൻ ഷൊർണൂർ MLA KS സലീഖ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. പശ്ചിമബംഗാൾ DYFI ജനറൽ സെക്രട്ടറി മീനാക്ഷി മുഖർജി അടക്കം യുവ നേതാക്കൾക്ക് ഇത്തവണ CCയിൽ അവസരം നൽകി. കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാന മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, MB രാജേഷ് എന്നിവർക്ക് ഇടം ലഭിച്ചില്ല. പ്രായപരിധി നിബന്ധനയിൽ ഇത്തവണ പദവിയൊഴിഞ്ഞ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സുഭാഷിണി അലി എന്നിവരെയും നേരത്തെ പുറത്തുപോയ S രാമചന്ദ്രൻ പിള്ള, ബിമൻ ബോസ് എന്നിവരെയും കേന്ദ്ര കമ്മിറ്റി പ്രത്യേക ക്ഷണിതാക്കളാക്കി. പ്രായപരിധി മാനദണ്ഡം പരമാവധി പാലിച്ച് യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകുന്നതാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും. അതേസമയം തന്നെ കിസാൻ സഭയ്ക്കും ജനാധിപത്യ മഹിളാ അസോസിയേഷനും വലിയ പ്രാതിനിധ്യം തന്നെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും നൽകിയിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് നടന്ന സീതാറാം യെച്ചൂരി നഗറിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. മറ്റു വാർത്തകളിലേക്ക്. തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുമായി നാളെ ആശാ വർക്കേഴ്സ് ചർച്ച നടത്തും. രാവിലെ 10 മണിക്കാണ് ചർച്ച. വിവരങ്ങളുമായി സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, ആദ്യഘട്ടത്തിൽ തന്നെ തൊഴിൽ മന്ത്രിയായ V ശിവൻകുട്ടി ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് തന്നെ ഈ ആശാ വർക്കേഴ്സ് സമീപിക്കാത്തത്, താനുമായി ചർച്ച നടത്തണമെന്ന് പറയാത്തത് എന്ന്. ഇപ്പോൾ തൊഴിൽ മന്ത്രിയുമായി തന്നെ അതിനുള്ള അവസരം, ചർച്ചയ്ക്കുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നു. എപ്പോഴാകും ഈ ചർച്ച നടക്കുക? ചർച്ചയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശാവർക്കർമാരുടെ വിഷയം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് അല്പസമയം മുൻപാണ് V ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞത്. അവർ മെയിൽ അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ താൻ അത് കണ്ടിട്ടില്ല, പരാതി ബോധിപ്പിക്കാമായിരുന്നു, അങ്ങനെയും ഉണ്ടായില്ല, ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നായിരുന്നു V ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ തങ്ങൾ കൃത്യമായി തൊഴിൽ മന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ് അല്പസമയം മുൻപ് ആശാസമരവേദിയിൽ വെച്ച സമര നേതാവ് VK സദാനന്ദൻ പറഞ്ഞത്. അതിനുശേഷം തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കത്തയക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ കത്തിന് മറുപടിയൊന്നും ലഭിക്കാത്തതാണ്, അല്ലാതെ തങ്ങൾ ബന്ധപ്പെടാത്തതല്ല. ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം മന്ത്രി V ശിവൻകുട്ടിയുമായി നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ട ശേഷം കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കണമെന്ന് അറിയിച്ചു. അതിന്റെ ഭാഗമായി നാളെ രാവിലെ 10 മണിക്ക് ആശാ വർക്കേഴ്സിലെ സമര നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാം എന്ന് മന്ത്രി അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമര നേതാക്കൾ തന്നെ പറയുന്നത്. അങ്ങനെയെങ്കിൽ തൊഴിൽ മന്ത്രിയുമായി ഈ സമരം തുടങ്ങി
ഇപ്പോൾ തൊഴിൽ മന്ത്രിയുമായുള്ള ഒരു ചർച്ചയ്ക്ക് അവസരം ഒരുങ്ങുകയാണ്. ഇതിനു മുൻപ് 2 തവണ 3 തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച 3ഉം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നത്. നിലവിൽ ഈ നാളത്തെ ചർച്ച ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ആരോഗ്യമന്ത്രിയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും സമര നേതാക്കൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ മന്ത്രിയുടെ കൂടി നിലപാട് ഇതിൽ എന്തായാലും നിർണായകമാണ്. നാളെ രാവിലെ 10 മണിക്കുള്ള ചർച്ചയിൽ ആ നിലയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് സമരക്കാരും പ്രതീക്ഷിക്കുന്നത്. പ്രവിത സലിമാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി നാളെ ആശാ വർക്കേഴ്സ് ചർച്ച നടത്തുകയാണ്. ആരോഗ്യമന്ത്രിയുമായി 3 തവണ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ചർച്ചയെല്ലാം പരാജയമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തൊഴിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ചർച്ച നടക്കുമെന്നാണ് സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്ന വിവരം. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താസന്ധ്യയുടെ സമയം പൂർണ്ണമാവുകയാണ്.